ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ സോയ ചങ്ക്സ് ഫ്രൈ റെസിപ്പിയാണ് പറയാൻ പോണത്. അപ്പോൾ അതിന് ആദ്യം ആവശ്യമുള്ളത് സോയ ചങ്ക്സ്. ഈ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് സോയ ചങ്ക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ബൗളിൽ ഓവർനൈറ്റ് സോക്ക് വെച്ച് റെഡിയാക്കി വെച്ച സോയ ചങ്ക്സാണ്. അപ്പോൾ ഇത് ഞാൻ ചിലവർ ഫസ്റ്റ് ഇങ്ങനെ ചുടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ മണം പോകാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഇത് 2-3 പ്രാവശ്യം നല്ലോണം പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ പച്ചവെള്ളം ഒഴിച്ച് വെച്ച് ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. പിന്നെ നല്ലോണം ഇതിൻ്റെ വെള്ളമൊക്കെ പിന്നെ പിഴിഞ്ഞ് എടുത്തതാണ്. ഇതിൻ്റെ വെള്ളം നല്ലോണം പിഴിഞ്ഞ് എടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് ഇതിൽ വെള്ളമൊന്നും പാടില്ല. ഇനി ഞാൻ ഇതിന് മാരിനേറ്റ് ചെയ്യാനുള്ള ആവശ്യമുള്ള പൊടികൾ പറഞ്ഞുതരാം. ആദ്യം ഇതിലിടേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇടേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ടീസ്പൂൺ ടേബിൾ സ്പൂൺ വ്യത്യാസമുണ്ട്. മല്ലിപ്പൊടി അധികം ആവാൻ പാടില്ല, കുറച്ചേ ഇടാൻ പാടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ. പിന്നെ ഇടേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് ഒരു ടേബിൾ സ്പൂൺ ഇടാം. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ സാധാ മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഇട്ടാലും മതി, എരിവുണ്ടാവും. ഇത് എരിവില്ലാത്തത് കൊണ്ട് 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ആവശ്യമുള്ളത് ഞാൻ ഇടുന്നത് ഉപ്പാണ്. ആവശ്യമുള്ള ഉപ്പ് ഇടാം. പിന്നെ ഞാൻ ഇതിലിടുന്നത് ഡ്രൈ കറി ലീഫ് പൗഡറാണ്, കരുവേപ്പിലയുടെ പൊടി. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കരുവേപ്പില മുറിച്ച് ചെറുതായിട്ട് മുറിച്ചിട്ടിടാം. അങ്ങനെ ഇല്ല, എൻ്റെ അടുത്ത് ഇത് ഡ്രൈ കറി ലീഫ് ഉള്ളതുകൊണ്ട് 1 ടീസ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. അധികമൊന്നും വേണ്ട, കുറച്ച് മതി. പിന്നെ ഞാൻ ഇടുന്നത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ്. അത് അധികം ഇടാൻ പാടില്ല, കൂടുതലായ അത് കൂടുതൽ ഒട്ടിപ്പിടിക്കുക. അതുകൊണ്ട് ഞാൻ ആകെ 2 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ കോൺഫ്ലവറിൻ്റെ പൗഡർ. അതും കൂടി ഇട്ടിട്ട് പിന്നെ ഞാൻ ഇടുന്നത് ജീരകം പൊടിച്ച ജീരകമാണ്. അതിൻ്റെ ഫ്ലേവർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അധികം ഇടാൻ പാടില്ല, ഒരു പിഞ്ച് ഇടാൻ പാടുള്ളൂ, കൂടാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം, നല്ലോണം മിക്സ് ചെയ്യണം. ഈ പൊടിയൊക്കെ എല്ലാ സ്ഥലത്തും നല്ലോണം എത്തണം. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. നമ്മളിത് ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് ഓൾറെഡി സോയ നല്ലോണം വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ചെയ്തിട്ടാണ് ഞാൻ ഈ പൊടികളൊക്കെ ഇടുന്നത്. പിന്നെ കുറച്ച് ഉണ്ടാവും വെള്ളം, പക്ഷേ നമ്മൾ ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇതിൽ ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നു. അത് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റും കൂടി ഇടാം. അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇതെല്ലാതും നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, അതായിരിക്കും നല്ലത്. ഞാൻ ഏകദേശം അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേഗം ഫ്രൈ ചെയ്യണമെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് ഫ്രൈ ചെയ്യണത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതിൽ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്, ലെമൺ. നിങ്ങൾക്ക് കുറച്ച് പുളി ഇഷ്ടമാണെങ്കിൽ ഒരു പുളിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് കുറച്ചൊരു ലെമൺ ജ്യൂസ് ഞാൻ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ അങ്ങനെ അത്ര ഒഴിക്കണുള്ളൂ, അധികം ഒഴിക്കാൻ പാടില്ല. കുറച്ച് ഒരു പുളിയുടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി, അത് നല്ലൊരു ഫ്ലേവറാണ്. അതിനു വേണ്ടി ഞാൻ അതും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ടേസ്റ്റാണ് കുറച്ച് പുളി ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തത് കാണിക്കുന്നത് അത് എങ്ങനെ ഫ്രൈ ചെയ്യാൻ. നമുക്ക് അതിനു വേണ്ടി പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് വയ്ക്കാം. അത് നല്ലോണം ചൂടാവട്ടെ. അത് നല്ലോണം ഓയിൽ ഓവർ ഹീറ്റ് ആവാൻ പാടില്ല, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചൂടാക്കുന്നത്. അങ്ങനെ ചെയ്താൽ ഇല്ലെങ്കിൽ നമ്മൾ സോയാബീൻ ഇടുന്നത് കരിഞ്ഞു പോവും. നമുക്ക് ഉള്ളിലും പുറത്ത് നല്ല ഹാർഡും ഉള്ളിൽ നല്ല സോഫ്റ്റ്, ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കാം. ഇപ്പോൾ എണ്ണ ചൂടായോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്
നമുക്ക് ഫസ്റ്റ് ഒരു ചെറിയ പീസ് സോയ ചങ്ക്സ് അതിൽ ഇട്ട് നോക്കാം എണ്ണയിൽ. ഇതാ ഇട്ട ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ ചൂടായി, പാകമാണ് എണ്ണ ചൂടായത് എന്ന് മനസ്സിലാക്കാം നമുക്ക്. ഇനി നമുക്കിതാ സോയ ചങ്ക്സ് മാരിനേറ്റ് ചെയ്ത് വെച്ചത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇടാം കുറച്ച് കുറച്ചായിട്ട്. ഇടുമ്പോൾ കൂടുതൽ ഇടാൻ പാടില്ല, അതിൽ തികയണത് മാത്രം കുറച്ചായിട്ട് ഇടാം. ഇങ്ങനെ കൂടുതലിട്ടാൽ എണ്ണയുടെ ചൂട് കമ്മിയാവും. അതുകൊണ്ട് കുറച്ച് നമുക്ക് ഫസ്റ്റ് ഇടാം സോയ ചങ്ക്സ്. അപ്പോഴേ അത് എല്ലാതും നല്ലോണം വെന്ത് കിട്ടും. ഇതാ കുറച്ച് ഇടുന്നുള്ളൂ ഞാൻ. ഓവറായിട്ട് ഇട്ടാൽ നമുക്കത് സോയ ചങ്ക്സ് നല്ലോണം ഫ്രൈ ആയി കിട്ടില്ല. ഇതാ ഇങ്ങനെ നമുക്കിടാം. ഇതാ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ ബബിൾസ് ഇതാ ഇങ്ങനെ വരുന്നു. ഇത് നമുക്ക് ഇനി ബബിൾസ് കമ്മിയായി ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് റെഡിയായിന്ന്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം എങ്ങനെയെന്ന്. കണ്ടോ, ദാ ബബിൾസ് ഇതാ മെല്ലെ മെല്ലെ കമ്മിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ അത് ഉള്ളിൽ ഇങ്ങനെ റെഡി ആവാൻ തുടങ്ങി എന്നാണ് അർത്ഥം. ദാ ബബിൾസൊക്കെ നേരത്തെ ഇട്ടാൻ കാട്ടിയും ഇപ്പോൾ കുറച്ച് കമ്മിയായിട്ടുണ്ട്. ഇങ്ങനെ കമ്മിയാവും, അങ്ങനെ കമ്മിയായിട്ട് വരും. നമുക്ക് ഇത് പുറത്ത് ഹാർഡും ഉള്ളിൽ ഭയങ്കര സോഫ്റ്റായി ആ ഒരു രീതിയിലാണ് സോയ ചങ്ക്സ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ ചില്ലിയും കറിവേപ്പിലയും ഇതിലേക്ക് ലാസ്റ്റ് എടുക്കാറാവുമ്പോൾ നമുക്ക് ഈ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടി അതിലേക്ക് ഇറങ്ങും. അത് ഞാൻ നിങ്ങൾക്ക് ഇതാ ഇട്ട് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ഇട്ടിട്ട് അതൊന്നും ലൈറ്റായിട്ട് ഓവർ ഫ്രൈ ആവണ്ട. പച്ചമുളകും കറിവേപ്പിലയും ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് എന്നിട്ട് ലാസ്റ്റ് എല്ലാതും കൂടി ഒരുമിച്ച് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അത് കാണാൻ പറ്റും. ഇത് നല്ലോണം പുറത്ത് ക്രഞ്ചി ആയിട്ടും ഉള്ളിൽ ഭയങ്കര സോഫ്റ്റായിട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് എല്ലാതും പുറത്തെടുക്കാം. ഇങ്ങനെ കറി ലീഫും പിന്നെ പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് അതിൻ്റെ ഫ്ലേവർ ഇതിൽ ഈ എണ്ണയിൽ നല്ല ഇറങ്ങിയിട്ടുണ്ടാവും. അതേപോലെ അതിലും പിടിച്ചിട്ടുണ്ടാവും. ഇതേപോലെ എല്ലാതും പുറത്ത് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ബാച്ചും ഇതേപോലെ കുറച്ച് ഇതിലിടാം. കുറച്ച് കുറച്ചായിട്ട് ഇതിലിട്ടിട്ട് അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലായിട്ട് ഇടാൻ പാടില്ല. മീൻസ് പാത്രം ഫുള്ളായിട്ട് സോയ ഇടാൻ പാടില്ല. അപ്പോൾ എണ്ണയുടെ ചൂട് കമ്മിയാവും. അതുകൊണ്ട് കുറച്ചായിട്ട് ഇടാൻ പാടുള്ളൂ. അങ്ങനെ ഇട്ടിട്ട് പിന്നെ നമുക്ക് അതും കൂടി നമുക്കിനി ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതാ എല്ലാതും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇതാ ഇപ്പോൾ ഞാൻ പ്ലേറ്റിൽ എല്ലാം എടുത്ത് സെർവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഭയങ്കര പുറത്തൊരു നല്ല ഹാർഡായിരിക്കും, പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതാ കണ്ടോ, ഞാൻ അമർത്തി കാണിക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. Thank you for watching the video.